ഹലോ, നമസ്കാരം. ഇതെന്താണെന്നറിയോ? മുക്കുറ്റി. എല്ലാവർക്കും അറിയായിരിക്കും. ഇതിന് ഒരു ഒരു ഔഷധ ഗുണമല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കുഞ്ഞൻ ചെടിയാണിത്. എൻ്റെ മുറ്റത്ത് ഒരുപാടുണ്ട്. ഞാനിതൊന്നെല്ലാം കളക്ട് ചെയ്ത് ഒരു ലേഹ്യം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ ഞാൻ മുറ്റത്ത് നോക്കുമ്പോൾ ഒരുപാട് മുക്കുറ്റി നിൽക്കുന്നു. 2-3 എണ്ണമൊക്കെ ഉള്ളെങ്കിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് കുടിക്കാറാണ് പതിവ്. ഇതിപ്പോൾ കുറേ ഉണ്ട്. അതുകൊണ്ട് ഒട്ടും കളയണ്ടെന്ന് വിചാരിച്ച് ഞാനതിനെ ഒരു ലേഹ്യമാക്കി പ്രിസർവ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. മുക്കുറ്റി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വേസ്റ്റാക്കി കളയരുത്. അത് ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു ഔഷധമാണ്. ഇനി രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളെ യൂത്ത്ഫുൾ ആക്കി വെക്കാനും നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഇത് എനിക്ക് കുറേ അധികം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ പല പ്രാവശ്യം കഴുകി മണ്ണെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് അരച്ച് ഒരു പേസ്റ്റാക്കി അതിൻ്റെ നീരെടുക്കണം. ഇത് നന്നായി ഞാൻ കഴുകിയെടുത്ത് ഇതിൻ്റെ ഇലയും വേരും വേറെയാക്കി വെച്ചിട്ടുണ്ട്. വേറെയാക്കിയത് വേറൊന്നും കൊണ്ടല്ല, ഇത് മിക്സിയിലിട്ടാൽ പെട്ടെന്ന് അരയത്തില്ല. അതിനെ ഒന്ന് നന്നായിട്ട് ചതച്ചിട്ട് വേണം മിക്സിയിലിടാനായിട്ട്, എന്നാലേ അത് അരഞ്ഞ് കിട്ടുള്ളൂ. ഞാൻ ഈ ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ചിട്ടാണ് മിക്സിയിലേക്ക് ഇടാൻ പോകുന്നത്. ഇടികല്ലിലോ അരകല്ലിലോ എന്തിലെങ്കിലും വെച്ച് ചതച്ചാൽ മതി. ഞാനിതെല്ലാം നന്നായിട്ട് അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഒരിത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരയ്ക്കുക, എന്നാലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം അരച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 ലിറ്ററിൽ അല്പം കൂടുതലുണ്ടാവും. ഇത് ഞാനൊരു 300 ഗ്രാം പനം ചക്കര ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ശർക്കരയേക്കാൾ നല്ലത് ചക്കര ഉപയോഗിക്കുന്നതാണ്. ഇനി ചക്കര ഇല്ലെങ്കിൽ ശർക്കരയും ആവാം. ഇനി അടുത്തത് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇത് ഞാൻ 1 തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലും കൂടി ചേർന്നതാണ്. തേങ്ങാപ്പാൽ അല്പം കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല. കൂടുന്തോറും ടേസ്റ്റ് കൂടി വരും, മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത അരിപ്പൊടിയാണ്. ഇത് ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ചെടുത്ത് ഈ അരിപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് കലക്കി വെക്കണം. കട്ടയൊന്നും ഉണ്ടാവാതെ നന്നായിട്ട് കലക്കിയെടുത്ത് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ ജീരകവും ഒരു ചെറിയ ചുക്ക് കഷ്ണവും 3-4 ഏലക്കയും ഇതെല്ലാം പൊടിച്ചും വെക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിന് വേണ്ടത്. ഇനി ഒരു ഉരുളിയിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. പാനി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതൊന്ന് നന്നായി കുറുകി വരണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴുവോ എന്തെങ്കിലും കൊണ്ട് മുറിവ് പറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അമ്മമാർ ഓടി മുറ്റത്തേക്ക് പോയി ഒരു മുക്കുറ്റി പറിച്ചുകൊണ്ട് വന്ന് കൈവെള്ളമിട്ട് ഞെരടി ആ മുറിവിൽ വെച്ച് അല്പസമയം പിടിച്ചുകൊണ്ടിരിക്കും. ഇത്തിരി നേരം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ അതിൽ നിന്നിട്ടുണ്ടാവും. പിറ്റേ ദിവസത്തേക്ക് മുറിവും കരിയും. അങ്ങനെ നല്ലൊരു മുറിവുണക്കിയാണിത്. ബ്ലീഡിങ് അത് ഇൻറ്റേർണൽ ആയാലും ശരി അല്ലാതുള്ളതായാലും ഇത് വളരെ നല്ലതാണ്. പീരിയഡ്സിലൊക്കെ ഉണ്ടാകുന്ന ഓവർ ബ്ലീഡിങ്ങിന് ഇത് 2-3 എണ്ണം പറിച്ച് തിളപ്പിച്ചതിൻ്റെ വെള്ളം 1-2 പ്രാവശ്യം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു കുറവുണ്ടാവും. ഇത് ഇതുപോലെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുക്കുറ്റി നീര് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് നന്നായി കുറുകി വരണം. ഇനി ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടി പിടിക്കരുത്. ഇടയ്ക്ക് അല്പം നെയ്യും ചേർത്ത് കൊടുക്കാം. ആസ്മയുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. വിട്ടുമാറാത്ത ചുമയൊക്കെ ഉള്ളവർക്ക് താറാവിൻ മുട്ടയിൽ ഇതിൻ്റെ ഇലയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. മുക്കുറ്റിയെ പ്രധാനമായും ആയുർവേദത്തിൽ പറയുന്നത് പടുവൃദ്ധനെ പോലും ചെറുപ്പക്കാരനാക്കി മാറ്റും എന്നാണ്. അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു ഔഷധമാണ് മുക്കുറ്റി. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കുമുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിട്ട് കളയരുത്. ഇത്ര ബുദ്ധിമുട്ട് ലേഹ്യം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിട്ട് വെള്ളം തിളപ്പിച്ചെങ്കിലും കുടിക്കുക. ഈസിയല്ലേ? ഇപ്പം ഞാൻ ഇതിൽ എടുത്തു വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഏലക്കയും കുരുമുളകിൻ്റെയും എല്ലാം പൊടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് നന്നായി കുറുകിയിട്ടുണ്ട്. ഇതൊരു ലേഹ്യത്തിൻ്റെ പരുവമായിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കുമ്പോൾ ഇതെല്ലാം മാറി മാറി വരുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്നും കൂടി ഇത്തിരി കട്ടിയാവും. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ഔഷധമല്ലേ, വെറുതെ കളയരുത്.